സ്വാതി ഇപ്പോൾ BJP ആസ്ഥാനത്താണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാതി, വാരണാസിയിൽ നരേന്ദ്രമോദി വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നത് വലിയ ആശങ്ക അവർക്കുണ്ടാക്കുന്നുണ്ട്. ലീഡ് നിലയാകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ കുറയുന്നു. 400 സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അതിനടുത്തുപോലും എത്താൻ സാധിക്കുന്നില്ല. പക്ഷേ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് BJP കടക്കുന്നുമുണ്ട്. TDPയും JDUവിനെയും ഏത് വിധേനയും എന്ത് വില കൊടുത്തും കൂടെ നിർത്തുക എന്നുള്ളതാണോ നിലവിൽ ലക്ഷ്യം? തീർച്ചയായും അസിത സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത പ്രഹരമാണ് BJPക്ക് ഏറ്റിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും അവർ പ്രതീക്ഷിച്ച ഇടങ്ങളിലൊക്കെ വലിയ തരത്തിൽ ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം, സീറ്റ് നഷ്ടമാകുന്ന സാഹചര്യമൊക്കെ ഇരിക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തൊന്നും വലിയ തരത്തിൽ മറ്റു മതേതര പാർട്ടികളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയും തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ NDAയും ഇത്തരത്തിലുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കനത്ത പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ പ്രചരണങ്ങളിലൊന്നും തന്നെ തങ്ങൾ ഉപയോഗിച്ച രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ പാളിയതിൻ്റെ കനത്ത നിരാശയൊക്കെ NDA ക്യാമ്പുകളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾക്ക് NDAയുടെ ഓഫീസിൽ എത്തിയപ്പോൾ പോലും അത്തരത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പഴയ തരത്തിലുള്ള ആവേശങ്ങളൊന്നും തന്നെ അവിടെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ നിതീഷ് കുമാറിനെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആന്ധ്രയിൽ മികച്ച ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. NDA ആ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നായിഡുവിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് NDAയുടെ ദേശീയ കൺവീനർ ആക്കാമെന്നടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിയതായാണ് പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യ മുന്നണിയും ഇത്തരത്തിൽ മതേതര പാർട്ടികളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാമെന്നുള്ള വലിയ ചർച്ചകൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മമതാ ബാനർജി അടക്കമുള്ളവർ NPC ശരത് പവാറിന്റെ നേതൃത്വത്തിൽ NCPയുടെ നേതൃത്വത്തിലുള്ള വിവിധ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ശരത് പവാർ നേരിട്ട് മറ്റു കക്ഷികളെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം അണിചേരണം എന്നതടക്കം പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ പ്രതീക്ഷയിലൊക്കെ മോദി വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിലെ നേരിട്ടെങ്കിലും എല്ലായിടത്തും കനത്ത പ്രഹരമേൽക്കേണ്ടി വന്നു. വലിയ ഒരു നിരാശയിലാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളൊക്കെ പോകുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇന്ത്യ മുന്നണി നേതാക്കൾ നായിഡുവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വഴി അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. NCP നേതാവ് ശരത് പവാർ സർക്കാർ രൂപീകരണത്തിന് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറ്റു കക്ഷികളുടെ പിന്തുണ കൂടി തേടിയിട്ടുണ്ട്. നിതീഷ് കുമാറുമായി ഒരു നല്ല ബന്ധം ശരത് പവാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പം അണിചേരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മമതാ ബാനർജിയും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെയും പല നേതാക്കന്മാരുമായിട്ട് നടത്തുന്നു. അങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിൽ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു രീതിയിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ NDAയുടെ ഭാഗത്തു നിന്നും കനത്ത ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. നദ്ദയുടെ വീട്ടിൽ യോഗം ചേർന്നിട്ടുണ്ട്. നദ്ദയും മറ്റ് BJP നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ പ്രഹരം NDAക്ക് ഏറ്റിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ്, ഇന്ത്യ മുന്നണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള നേട്ടം കൈവരിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായാലും NDA ക്യാമ്പുകൾക്കുണ്ട്. അസിത, ശരി. സ്വാതി, സന്തോഷാണ് അത്തരം വിവരങ്ങൾ നൽകുന്നത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട BJPയും NDAയും ഇന്ത്യ സഖ്യവും ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.